ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ വന്ന പടത്തിൻ്റെ പേര് പെറ്റ് ഡിറ്റക്റ്റീവ്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ഷറഫുദ്ദീൻ, അനുപമ പരമേശ്വരൻ, രഞ്ജ് പണിക്കർ, ജോമോൻ ജ്യോതിർ, വിനയ് ഫോർട്ട്, പിന്നെ പ്രേമലു ശ്യാം, പിന്നെ വിനായകൻ, വിജയരാഘവൻ, പിന്നെ ആരായിരുന്നത് അയാളുടെ പേര് വിജയരാഘവൻ എന്നിവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പടത്തിൻ്റെ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പ്രവീൺ വിജയ് എന്ന് പറഞ്ഞ ആളാണ്. പിന്നെ പറയാൻ മറന്നു കേട്ടോ, ഇതിൽ ജിനി ജോസഫും ഭഗത് മേനോനും ഉണ്ട് കേട്ടോ. ഈ സിനിമയിൽ ഒരു ചെറിയൊരു ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അത് പറയാൻ മറന്നു, സോറി, മിസ്റ്റേക്ക്. പിന്നെ പടത്തിൻ്റെ റൈറ്റിംഗ് ചെയ്തിരിക്കുന്ന ഈ പ്രവീൺ വിജയനും ഈ സിനിമ ഡയറക്ടറായിട്ടുള്ള പ്രവീൺ വിജയനും പിന്നെ ജയവിഷൻ എന്ന് പറഞ്ഞ ആളാണ്. അറിഞ്ഞോട് ആരാന്നൊക്കെ. പിന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഗോപാലനാണ്. എഡിറ്റഡ് ബൈ അഭിനവ് സുന്ദർ നായക് നിങ്ങൾക്ക് അറിയായിരിക്കും തോന്നുന്നു, എന്നാലും ഞാൻ പറയാം. അതാരാന്ന് വെച്ചാൽ നമ്മുടെ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്, വിനീത് ശ്രീനിവാസൻ്റെ, അത് നായകനായിട്ട് വന്ന ആ സിനിമയുടെ ഡയറക്ടറാണ്. അദ്ദേഹം തന്നെയാണ് സിനിമയുടെ എഡിറ്റിങ്ങും. അദ്ദേഹമാണ് സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ എഡിറ്റ് ചെയ്തിരിക്കുന്ന സിനിമാറ്റോഗ്രാഫി ബൈ അഭിനവ് സി ചന്ദ്രൻ ആൻഡ് മ്യൂസിക് ബൈ രാജേഷ് മുരുകേശൻ. പടം എങ്ങനെ ചോദിച്ചാൽ സമാധാനമായി. കാരണം എന്താണെന്ന് വെച്ചാൽ സർവമായ കണ്ടതിന് ശേഷം പിന്നെ വൃഷഭം ഒരു ദുരന്ത പടം തുള്ളി കണ്ട് സഹിക്കേട് കാരണം ഞാൻ ഷോർട്സ് ആയിട്ട് ഇടേണ്ടി വന്നു. പിന്നെ അതിഭീകരമുഖൻ്റെ എന്ന് പറയുന്ന ആവറേജ് പടം കാണേണ്ടി വന്നു. എൻ്റെ വിഷമത്തെ അവിടെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ സമാധാനമുണ്ട്. പടത്തിൽ ഹൈലി പോസിറ്റീവ്സ് പറയാം. ഹൈലി പോസിറ്റീവ്സ് വൈസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പറയുന്ന ഷറഫുദ്ദീൻ ആൻഡ് അനുപമ കോംബോ സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ കോംബോ അത്യാവശ്യം നൈസായിരുന്നു. അവർ രണ്ടുപേരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് വിജയരാഘവൻ്റെ പെർഫോമൻസ് സൂപ്പർബ്. അങ്ങനെ ഇങ്ങനത്തെ ക്യാരക്ടർ അങ്ങനെ എന്നൊക്കെ പറ്റുള്ളൂ. ഒരു ടെസ്റ്റ് ഉണ്ട്. ഒരു സിനിമ തീരുന്ന തന്നെ ഒരു അരമണിക്കൂർ മുമ്പായിട്ടാണ് ടെസ്റ്റ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഐ വാസ് ഷോക്ക്ഡ് ബിക്കോസ് അത് മീൻസ് ഇങ്ങനൊരു സാധനം വരുമെന്ന് പോലും വിചാരിച്ചിട്ടില്ല. ഇങ്ങനെ വന്നാൽ പൊളിക്കുന്നൊക്കെ അറിയാം, ബട്ട് ഇങ്ങനെ വിചാരിച്ചിട്ടില്ല. അപ്പോൾ വിചാരിക്കാതെ വന്നിട്ട് പെട്ടെന്ന് ഷോക്ക് അടിക്കുന്ന വിധത്തിൽ ഒരു ത്രസിപ്പിക്കുന്ന മീൻസ് വാവ് മൊമെൻ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ സാധനം വന്ന ടെസ്റ്റായിരുന്നു. അപ്പോൾ ഐ വാസ് ഷോക്ക്ഡ് എ ലോട്ട് ഓഫ്. എനിക്കത് അത്യാവശ്യം നൈസായിട്ട് തോന്നി. പിന്നെ പടത്തിൻ്റെ ജാണറ് ആക്ഷൻ കോമഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കോമഡി പടം എന്നാണ് പറയണത് ആ കാര്യം, പക്ഷേ എനിക്കിതൊരു ആക്ഷൻ കോമഡി ആ ഒരു ഇതിലാണ് തോന്നിയത്. കാരണം ഫസ്റ്റ് ആക്ഷൻ സീക്വൻസസിൻ്റെ എണ്ണമൊക്കെ എടുത്തു. പിന്നെ ഷറഫുദ്ദീൻ ഇനിയൊരു ആക്ഷൻ ഹീറോ ആവാൻ നോക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് സിനിമ കണ്ടപ്പോൾ. കാരണം അയാൾക്കത് പറ്റുമെന്ന് എനിക്ക് തോന്നി. ഇനിയും ഇതേമാതിരി ഒരു ആക്ഷൻ സിനിമ ചെയ്യട്ടെ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനായിട്ട് ഇത് ഒരു ആക്ഷൻ കോമഡി ആയിട്ട് തോന്നിയെന്ന്. പിന്നെ എനിക്ക് ഹൈലി പോസിറ്റീവായിട്ട് തോന്നിയത് മ്യൂസിക് ആൻഡ് ബിജിയാണ്. രാജേഷ് മുരുകേശൻ സൂപ്പർബായി ചെയ്തിട്ടുണ്ട്. അയാളെക്കുറിച്ച് അറിയാത്തവർക്ക് ആരാന്ന് പറഞ്ഞത് നേരം, പിന്നെ പ്രേമം, പിന്നെ UK ഓക്കെ മീൻസ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള, ഗോൾഡ്, പടക്കളം, ഈ പടത്തിനൊക്കെ മ്യൂസിക് ചെയ്ത് ഇദ്ദേഹമാണ്. പിന്നെ ഒരു ഹൈലി പോസിറ്റീവ് തോന്നിയ എഡിറ്റിംഗ് ആണ്. സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇനി നെഗറ്റീവ്സിലോട്ട് പോവുകയാണെങ്കിൽ നിശാന്ത് സാഗർ എന്ന് പറഞ്ഞ മീൻസ് നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മുടെ ലോക സിനിമയിലുണ്ട്. പിന്നെ വേറൊരു പടത്തിലുണ്ട്, ഇല്ലെങ്കിൽ മറന്നു കേട്ടോ ഗൈസ്. വേറൊരു പടത്തിലുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുള്ള പടമാണ്, ബട്ട് മറന്നുപോയി. ആ ലോക സിനിമയിൽ മറ്റേ
കല്യാണം ഒരാളുടെ ചോദിക്കൂലേ എന്തിനാ നീ എന്നെ വിളിച്ചിട്ടുണ്ട് എന്ന്, എന്നെ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കൂലേ ഒരാളുടെ അടുത്ത്. അങ്ങേര് അല്ല എന്താ പേര്, അങ്ങനെ പേരെന്തായിരുന്നു, ഫിലിപ്പ്. ആ സിനിമയിൽ ഫിലിപ്പ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ആളാണ്. അങ്ങേരുടെ ഒരു ക്രിഞ്ച് സീനുണ്ട്, അങ്ങേര് ഒരു വെറുപ്പിക്കൽ സീനുണ്ട്. എൻ്റെ സഹിക്കേടായിരുന്നു. അല്ലാതെ വേറെ ഒരു സീൻ എനിക്ക് പേഴ്സണലി നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ആ സീൻ എടുത്ത് എഡിറ്റ് ചെയ്ത് കളയായിരുന്നെന്ന് എനിക്ക് തോന്നിപ്പോയി. അല്ലാതെ വേറെ കുഴപ്പമില്ല എനിക്ക് സിനിമയിൽ പേഴ്സണലി തോന്നിയിട്ടില്ല. പിന്നെ ബാക്കിയെല്ലാം പോസിറ്റീവ്സാണ്. പിന്നെ ആദ്യം തൊട്ട് അവസാനം വരെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സിനിമ. ബട്ട് വെറുപ്പിക്കൽ സീനൊന്നും എടുത്ത് കളയായിരുന്നെന്ന് എനിക്ക് തോന്നി. അല്ല വേറെ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഒരു പഴയ ഒരു ദിലീപേട്ടൻ്റെ CID മൂസ, പിന്നെ വേറൊരു പടം ഉണ്ടല്ലോ, എന്തായിരുന്നു, ക്രേസി ഗോപാലൻ, ആ ഒരു വൈബിൽ വന്നൊരു സിനിമയെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. ഐ ആം വെരി ഹാപ്പി ടു വാച്ച് ദിസ് മൂവി. ആൻഡ് നിങ്ങളുടെ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണിൽ ഓൾ എന്ന് പറയുന്നത് സാധിക്കുക. അപ്പോൾ ബൈ ബൈ, ഡെൽറ്റ ബസ്.